ഈ കേക്കിൻ്റെ ടേസ്റ്റ് കാരണം അറിയാതെ കഴിച്ചു പോയതാണ്. അത്രയ്ക്ക് ടേസ്റ്റും ഭയങ്കര നല്ല സോഫ്റ്റായിട്ടുള്ളൊരു കേക്കാണിത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. അപ്പോൾ ഈ കേക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ? ഒന്നര കപ്പ് ഓൾ പർപ്പസ് ഫ്ലോറും ഒരു അര ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ എടുത്ത് സീവ് ചെയ്യുന്നുണ്ട്. 2 പ്രാവശ്യം സീവ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നീട് ഒരു ബൗളിലേക്ക് 4 മുട്ട എടുക്കുന്നുണ്ട്. അതിൻ്റെ മുട്ടയുടെ വെള്ളയും മഞ്ഞയെല്ലാം ഒരുമിച്ച് തന്നെയാണ് എടുക്കുന്നത്. എന്നിട്ടത് ബീറ്റ് ചെയ്യുന്നുണ്ട്. സ്ലോന്ന് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കൂട്ടത്തിൽ ആ മുട്ട പതഞ്ഞ് വരുന്ന സമയത്ത് ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുത്ത് 3 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് പതിപ്പിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ കണ്ടിന്യൂസ് ബീറ്റ് ചെയ്യണം. സ്ലോ സ്പീഡിൽ നിന്ന് ഹൈ സ്പീഡിലോട്ട് വരണം. അങ്ങനെ നന്നായിട്ട് പതിപ്പിച്ചെടുക്കണം. ആ പതഞ്ഞ് വരുന്നതനുസരിച്ചിരിക്കും മുട്ടയുടെ സ്മെല്ല് മാറി കിട്ടുന്നത്. നന്നായിട്ട് പതഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ടയുടെ സ്മെല്ല് ഒട്ടും കാണത്തില്ല. ഈ പതഞ്ഞ് വരാതിരിക്കുമ്പോഴാണ് മുട്ടയുടെ സ്മെല്ലൊക്കെ വരുന്നത്. പിന്നീട് നമ്മൾ ഒരു ടീസ്പൂണ് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് പതഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റ് ഫ്ലഫി ആയിട്ട് അത് വരും. പിന്നീട് ഒരു മാങ്ങയുടെ പൾപ്പ് എടുക്കുന്നുണ്ട്. അത് ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ 2 പ്രാവശ്യം അടിച്ച് വെച്ചേക്കുന്ന ഓൾ പർപ്പസ് ഫ്ലോറും ബേക്കിംഗ് പൗഡറുള്ള മിക്സ് ഇതിലേക്ക് 3-ാമത്തെ പ്രാവശ്യം അടിച്ച് തന്നെ ചേർക്കുന്നുണ്ട്. ഇത് വളരെ സോഫ്റ്റായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഫോർ ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കോൺ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് സോഫ്റ്റായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ ആ പത മുട്ട നമ്മൾ പതപ്പിച്ചെടുത്ത് അതിൻ്റെ ആ പത ബബിള് പോകരുത്. പോകാതെ നല്ല സോഫ്റ്റായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഗ്രീസ് ചെയ്ത് വെച്ചേക്കുന്ന കേക്ക് ടിന്നിലേക്ക് ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സ്റ്റിററിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇണക്കി കൊടുക്കുന്നുണ്ട്. ബാറ്ററിലിട്ട് അതിൻ്റെ ബൗളൊന്ന് പോകാനായിട്ടാണ്. 2-3 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കുക. ഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 35 മിനിറ്റ്സ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ മാംഗോ കേക്ക് റെഡി ആയിട്ടുണ്ട്. വലിപ്പമുള്ള പഴുത്ത മാങ്ങ എടുത്ത് സ്കിൻ കളഞ്ഞ് വളരെ തിൻ സ്ലൈസായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഏത് മാങ്ങയാണോ സ്ലൈസ് ചെയ്യാൻ എടുക്കുന്നത് അതെടുത്ത് 1 മണിക്കൂർ ഫ്രിഡ്ജിനകത്ത് വെച്ചിരിക്കണം. അത് കഴിഞ്ഞിട്ട് സ്ലൈസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സ്ലൈസ് ചെയ്യുമ്പോൾ ഉള്ള ജ്യൂസ് എല്ലാം പോകും. അത് പോകാതിരിക്കാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഗ്രേറ്റർ വേണമെന്നില്ല, നമുക്ക് നൈഫ് കൊണ്ടാണെങ്കിലും നല്ല സ്ലൈസായിട്ട്
ചെയ്തെടുക്കാം. തിൻ സ്ലൈസായിട്ട് നമുക്ക് മാംഗോ ചെത്തിയെടുക്കാവുന്നതാണ്. തിൻ സ്ലൈസ് ആക്കിയിട്ട് അതൊരു പാത്രത്തിലോട്ട് എടുത്ത് വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കണം. ആ ജ്യൂസ് എല്ലാം ആദ്യം തന്നെ പിടിച്ചിരിക്കണം, അതുപോലെ അത് ഫേമായിട്ട് തന്നെ ഇരിക്കാനായിട്ട്. ബട്ടർ ക്രീമിന് വേണ്ടിയിട്ട് ഒരു 80 ഗ്രാം റൂം ടെമ്പറേച്ചറുള്ള ബട്ടർ എടുക്കുന്നുണ്ട്. അതൊന്ന് ലൂസാക്കിയിട്ട് അതിലേക്ക് പൊടിച്ച പഞ്ചസാര 1 കപ്പ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് സ്പൂൺ ഉപയോഗിച്ച്. അത് കഴിഞ്ഞിട്ടാണ് ബീറ്റർ ഉപയോഗിച്ച് ബീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പഞ്ചസാര എല്ലാം പൊടിച്ചതല്ലേ അത് തെറിച്ച് പോകും. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വേണം ബീറ്റർ ഉപയോഗിച്ച് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടുന്ന രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ മാംഗോയുടെ കളർ കിട്ടാനായിട്ട്, ആ ബട്ടർ ക്രീമും മാംഗോയുടെ കളർ കിട്ടാനായിട്ട്, മാംഗോ കേക്ക് അല്ലേ, അപ്പോൾ ആ കളർ കിട്ടാനായിട്ട് വേണമെങ്കിൽ യെല്ലോ കളർ ഉപയോഗിക്കാവുന്നതാണ്, ഫുഡ് കളർ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ ഉപയോഗിച്ചിട്ടില്ല. കേക്ക് രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് താഴെ വരുന്ന കേക്കിൻ്റെ മുകളിലായിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മാംഗോ പീസസും ഇട്ട് ബട്ടർ ക്രീമും ഇട്ട് എടുക്കുന്നുണ്ട്. അടുത്ത ലെയർ കേക്ക് എടുത്ത് വെക്കുന്നു. അതിൻ്റെ ടോപ്പിൽ ബട്ടർ ക്രീം തേക്കുന്നുണ്ട്. സൈഡിൽ തേക്കുന്നില്ല ബട്ടർ ക്രീം, അപ്പോഴത്തേക്ക് ബട്ടർ ക്രീം തീർന്നു. വേണമെന്നുണ്ടെങ്കിൽ തേക്കാവുന്നതാണ്. നമ്മൾ തിൻ സ്ലൈസാക്കി വെച്ചേക്കുന്ന മാംഗോയുടെ ആ ലെയേഴ്സ് എടുത്ത് നമ്മുടെ കേക്കിൻ്റെ സൈഡിൽ ഈ കാണിക്കുന്ന പോലെ തന്നെ വെക്കണം. ഒന്നിൻ്റെ പുറത്ത് ഒന്ന് വരത്തക്ക രീതിയിൽ, നല്ല ഡിസൈനിൽ വരത്തക്ക രീതിയിൽ വെച്ച് കൊടുക്കണം. കഴിവതും ഈക്വൽ ഡിസ്റ്റൻസിൽ വെക്കാൻ നോക്കണം. അപ്പോൾ നല്ലൊരു ഡിസൈൻ കിട്ടും, നല്ലൊരു ഭംഗിയായിരിക്കും അത് കാണാനായിട്ട്. മാംഗോ സീസണിൽ ഒരുപാട് മാംഗോ കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതുപോലുള്ള കേക്കൊക്കെ ഉണ്ടാക്കി നോക്കി നല്ല രസമായിരിക്കും, നല്ല ടേസ്റ്റാണ്. ഇത് കഴിക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അതുപോലെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്താൽ നല്ല അടിപൊളി, നമുക്ക് വിരുന്നുകാരെയൊക്കെ ഞെട്ടിക്കാനുള്ള അടിപൊളി ഒരു കേക്കാണ്. മാംഗോയുടെ ടോപ്പ് എല്ലാം കവർ ചെയ്തെടുത്തിട്ട് ബാക്കിയുള്ള സ്ലൈസ് എല്ലാം ലെയറായിട്ട് എടുത്ത് വെച്ചിട്ട് അത് ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മാംഗോയും ഇട്ട് നടുക്കായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ ക്രീം ഉണ്ടെങ്കിൽ അതിൻ്റെ സൈഡിൽ ഏറ്റവും താഴെ ആ ബേസ് ഭാഗത്ത് വേണമെങ്കിൽ ഇങ്ങനെ പൈപ്പിങ്ങിലൂടെ പ്രസ് ചെയ്ത് ഓരോ ഡിസൈനൊക്കെ ഉണ്ടാക്കി വെക്കാവുന്നതാണ്. ഞാൻ ഇതൊന്നും വെച്ചിട്ടില്ല. പിന്നീട് ചോക്ലേറ്റിൻ്റെ ലീഫ് ഡിസൈനും പുതിന ലീഫും ഒക്കെ വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്.
ലാസ്റ്റിൽ ഷുഗർ സിറപ്പ് വെച്ച് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ ആ മാംഗോ കേക്കിന് നല്ലൊരു ഗ്ലേസ് കിട്ടും, നല്ല ഭംഗിയായിരിക്കും അത് കാണാനായിട്ട്. ഷുഗർ സിറപ്പിന് പകരം മാംഗോ ജാം എടുത്ത് ശകലം വെള്ളം ഒഴിച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. അപ്പോൾ അത് ലൂസായിട്ട് കിട്ടും. അത് പിന്നെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. നല്ലൊരു ഗ്ലേസ്, നല്ലൊരു എഫക്റ്റ് കിട്ടും. നല്ല ഭംഗിയായിരിക്കും അത് അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ കാണാനായിട്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവർ മൊത്തം കണ്ടിട്ട് വേണമെന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ. നിങ്ങളുടെ കമൻറ്റ്സ് രേഖപ്പെടുത്താനും മറക്കരുത്. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.